വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഓണായിട്ടുണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ 2 പായസം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ ആദ്യം ശർക്കര പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ 1 കപ്പോളം മത്തങ്ങ, ഇത് രണ്ടും കൂടി 2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റും മത്തങ്ങയും നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ടിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. 2-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഏലക്ക ചതച്ചതാണ് ഞാൻ ചേർത്തത്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പതുക്കെ പതുക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഏറ്റവും അവസാനം നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു 1-ാം പാൽ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു പായസത്തിന്. ഇനി കുറച്ച് കാഷ്യൂനട്ടും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു നെയ്യിൽ തന്നെ ആ ഒരു കാഷ്യൂനട്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ തിളപ്പിച്ച് വെച്ച പായസത്തിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ടും പിന്നെ ഗ്രേറ്റ് ചെയ്ത ആ ഒരു ക്യാരറ്റും പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അടുത്തത് പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചവ്വരി ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ 2-ാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. 2.5 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. പിന്നെ 1/4 കപ്പ് വെർമിസെല്ലി ഉണ്ടല്ലോ സേമിയ, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാരണ പശുവും പാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും കേട്ടോ. പിന്നെ ഫ്ലേവറിനായിട്ട് ഇതിൽ ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ പാലെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കുറുക്കി ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ സാഗോ സീഡ്സ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം 1-ാം പാലും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ 1-ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ്. അപ്പോൾ ഈ 2 പായസവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.